ഹലോ, പ്ലംബിംഗ് ട്രേഡിലെ ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വാട്ടർ മീറ്ററും ഒരു വാഷ് ബേസിനും ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നു. ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇവയെല്ലാം ചെയ്യാൻ കഴിയും. വാട്ടർ മീറ്റർ സ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതിക ആവശ്യകതകൾ മനസ്സിലാക്കുക. ഗാർഹിക ജലവിതരണത്തിൽ ഒരു വാട്ടർ മീറ്റർ സ്ഥാപിക്കുക. ഒരു വാഷ് ബേസിൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ, ടൂൾസ്, യന്ത്രങ്ങൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. Pipe wrench 1, tap set 1, die set 1, ball peen hammer 1, cold chisel 1, spanner set 1, screwdriver 1, hacksaw 1, measuring tape 1, shovel 1, spade 1, crowbar 1, trowel 1, drilling machine 1, chisel 1, double-ended spanner 1, hammer 1, poker 1, spirit level 1, water tube level 1, plumb bob 1, water pump layer 1, straight edge 1, motor pan 1, pipe vise 1, saddle piece as required, gun metal ferrule as required, union as required, elbow PVC as required, gate valve as required, PVC pipe as required, water meter as required, rubber washer as required, thread seal material as required, solvent cement as required, GI pipe and fitting as required, wash basin with accessories as required, white cement as required. ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് വാട്ടർ മീറ്റർ ഇൻസ്റ്റാളേഷനുകളുടെ സാങ്കേതിക ആവശ്യകതകൾ നമുക്ക് മനസ്സിലാക്കാം. വാട്ടർ മീറ്ററുകൾ ഒഴുക്കിന്റെ ശരിയായ ദിശയിൽ ഘടിപ്പിക്കുകയും മീറ്റർ സ്വമേധയാ വായിക്കുന്നതിനും സീരിയൽ നമ്പർ കാണുന്നതിനും എളുപ്പത്തിൽ വിസിബിലിറ്റി അനുവദിക്കുന്നതിന് സ്ഥാനം നൽകുകയും വേണം. വാട്ടർ മീറ്ററിനെ ഉൾക്കൊള്ളുന്ന പൈപ്പിന്റെ നീളം പൂർണ്ണമായും മീറ്ററിന്റെ മുകളിലേക്കും താഴേക്കും വെള്ളം നിറച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് മീറ്ററിന്റെ ശരിയായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒരു സംരക്ഷിത ബോക്സിലോ ചുറ്റുപാടിലോ വാട്ടർ മീറ്ററുകൾ സ്ഥാപിക്കുന്നത് കേടുപാടുകൾക്കെതിരെ ഫിസിക്കൽ പ്രൊട്ടക്ഷൻ നൽകും. എക്സ്ട്രാക്ഷൻ പോയിന്റിൽ നിന്ന് കഴിയുന്നത്ര അടുത്ത് വാട്ടർ മീറ്ററുകൾ സ്ഥാപിക്കണം. ഗാർഹിക ജലവിതരണത്തിൽ ഒരു വാട്ടർ മീറ്റർ സ്ഥാപിക്കാൻ നമുക്ക് പഠിക്കാം. വാട്ടർ മീറ്റർ ലൊക്കേഷന്റെ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും ഒരു സ്റ്റോപ്പ് കോക്ക് അല്ലെങ്കിൽ ഗേറ്റ് വാൽവ് ഫിക്സ് ചെയ്യുക. ജലപ്രവാഹം നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. സ്റ്റോപ്പ് കോക്കുകൾ അടയ്ക്കുക. വാട്ടർ മീറ്ററിന്റെ നീളവും വാട്ടർ മീറ്റർ സ്ഥാപിച്ചിരിക്കുന്ന 2 യൂണിയനുകൾ അല്ലെങ്കിൽ കണക്ഷൻ പോയിന്റുകൾ തമ്മിലുള്ള ദൂരവും അളക്കുക. ഒരു റെഞ്ച് ഉപയോഗിച്ച് പൈപ്പുകളിലേക്ക് യൂണിയൻ ടൈറ്റൻ ചെയ്യുക. 2 യൂണിയനുകൾക്കിടയിലുള്ള സ്ഥാനത്ത് വാട്ടർ മീറ്റർ പിടിക്കുക. ഒഴുക്കിന്റെ ദിശ അനുസരിച്ച് വാട്ടർ മീറ്റർ സ്ഥാപിക്കുക. അത് വാട്ടർ മീറ്ററിലെ ആരോ മാർക്കുമായി അലൈൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. മീറ്ററിന്റെ ഒരു വശത്ത് മൃദുവായ ലെതർ അല്ലെങ്കിൽ റബ്ബർ വാഷർ സ്ഥാപിക്കുക. കപ്ലിംഗിലേക്ക് നട്ട് സ്ക്രൂ ചെയ്യുക. മറുവശത്ത് അതേ നടപടിക്രമം ആവർത്തിക്കുക. ഒരു സ്പാനർ അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റബിൾ റെഞ്ച് ഉപയോഗിച്ച് നട്ട് ദൃഢമായി മുറുക്കുക. ഔട്ട്ലെറ്റ് വാൽവും ഇൻലെറ്റ് വാൽവും തുറക്കുക. ജോയിന്റുകളിൽ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കുക. വാട്ടർ മീറ്റർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. വാട്ടർ മീറ്റർ ഒരു ഹൊറിസോണ്ടൽ പൈപ്പിനൊപ്പം സ്ഥാപിക്കണം. അവിടെ പൈപ്പിന്റെ വ്യാസത്തിന്റെ 10 മടങ്ങ് അപ്സ്ട്രീമും പൈപ്പിന്റെ 5 മടങ്ങ് ഡയമീറ്റർ ഡൗൺ സ്ട്രീമും തടസ്സങ്ങളില്ലാതെ ആയിരിക്കണം. ഈ ദൂരത്തിനുള്ളിൽ പൈപ്പ് ബെൻഡുകളോ ഫിറ്റിങ്ങുകളോ വാൽവുകളോ ഉണ്ടാകരുത്.
നമുക്കൊരു വാഷ് ബേസിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. തറനിരപ്പിൽ നിന്ന് 800 മില്ലിമീറ്ററിൽ റാക്ക് ബോൾട്ടിന്റെ സ്ഥാനം അടയാളപ്പെടുത്തുക. റാക്ക് ബോൾട്ട് ഉറപ്പിക്കുന്നതിന് അടയാളപ്പെടുത്തിയ സ്ഥാനം ഡ്രിൽ ചെയ്യുക. റാക്ക് ബോൾട്ട് അനുയോജ്യമായ അകലത്തിൽ ഫിക്സ് ചെയ്യുക. ഘടനാപരമായ റഫിൻ അളവുകൾ അനുസരിച്ച് ഭിത്തിയിൽ ഒരു വാൾ ബ്രാക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ബ്രാക്കറ്റ് ലെവൽ ആണെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ ഡ്രെയിൻ കൂട്ടിച്ചേർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എളുപ്പത്തിലുള്ള ഡ്രെയിൻ ഇൻസ്റ്റാളേഷനായി പാത്രം അതിന്റെ പുറകിൽ വയ്ക്കുക. കാണിച്ചിരിക്കുന്നതുപോലെ ശേഷിക്കുന്ന ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുക. ഡ്രെയിൻ അഡാപ്റ്ററുകളിലൂടെയും ബേസിൻ ഇൻസേർട്ടുകളിലൂടെയും 4 സ്ക്രൂകൾ ത്രെഡ് ചെയ്യുക. സ്ക്രൂകൾ ഡ്രെയിൻ അഡാപ്റ്ററിനെ ബേസിനിലേക്ക് തുല്യമായി കംപ്രസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിർമ്മാതാവിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഫോസറ്റുകൾ, ഓപ്ഷണൽ സോപ്പ് വാൽവുകൾ എന്നിവ ഇൻസ്റ്റാൾ ചെയ്യുക. അടുത്ത ഘട്ടം ബ്രാക്കറ്റിലും വാളിലും ബൗൾ മൗണ്ട് ചെയ്യുക എന്നതാണ്. ബൗൾ പൂർണ്ണമായും ഭിത്തിയുടെ ബ്രാക്കറ്റിൽ ഘടിപ്പിച്ചിട്ടുണ്ടെന്നും വാൾ പോയിന്റ് എയിൽ സുരക്ഷിതമായി ഉറപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ബൗൾ വാൾ ബ്രാക്കറ്റിന് മുകളിൽ വയ്ക്കുകയും ബൗളിന്റെ പിൻഭാഗം ദൃഢമായി അമർത്തി ബൗൾ ഫ്ലേഞ്ച് വാൾ ബ്രാക്കറ്റിന്റെ ലിപ്പിലേക്ക് ഇരിപ്പുറപ്പിക്കുകയും ചെയ്യുക. ഇൻസ്റ്റാളർ പറയുന്നതുപോലെ ഘടനാപരമായ റഫിൻ ആവശ്യകത അനുസരിച്ച് ഫാസ്റ്റനറുകൾ ഉപയോഗിച്ച് വാൾ ആങ്കറുകളിലേക്ക് ബൗൾ സുരക്ഷിതമാക്കുക. അടുത്തതായി നമ്മൾ സ്ട്രെയിനറും ബോട്ടിൽ ട്രാപ്പ് അല്ലെങ്കിൽ പി ട്രാപ്പും ഫിക്സ് ചെയ്യും. ഡ്രെയിൻ ക്യാപ്പ് മുന്നിലും പിന്നിലും ലേബൽ ചെയ്തിരിക്കുന്നു. മുൻഭാഗം ഉപയോക്താവിനെ അഭിമുഖീകരിക്കുന്നുവെന്നും ഡ്രെയിൻ ക്യാപ്പിന്റെ മുകൾ ഭാഗം ഉപയോക്താവിൽ നിന്ന് ചരിഞ്ഞിട്ടുണ്ടെന്നും ഉറപ്പാക്കുക. ഡ്രെയിൻ ക്യാപ്പ് നീക്കം ചെയ്യാൻ ശ്രദ്ധാപൂർവം ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഡ്രെയിൻ ക്യാപ്പിന്റെ ഇടത് വലത് കോണിലേക്ക് സ്ലിപ്പ് ചെയ്യുക. പില്ലർ ടാപ്പ്, വേസ്റ്റ് കപ്ലിംഗ്, റബ്ബർ പ്ലഗ്, ചെയിൻ എന്നിവ ഉപയോഗിച്ച് വാഷ് ബേസിൻ അസംബിൾ ചെയ്യുക. റാക്ക് ബോൾട്ടിൽ വാഷ് ബേസിൻ മൗണ്ട് ചെയ്യുക. ഒരു ഫ്ലെക്സിബിൾ കണക്ടർ ഉപയോഗിച്ച് പില്ലർ ടാപ്പിലേക്ക് സപ്ലൈ ലൈൻ ബന്ധിപ്പിച്ച് ബോട്ടിൽ ട്രാപ്പ് ബന്ധിപ്പിക്കുക. ബോട്ടിൽ ട്രാപ്പ് ഫ്ലോർ ട്രാപ്പിലേക്കോ അർദ്ധവൃത്താകൃതിയിലുള്ള ഓപ്പൺ ഡ്രെയിനിലേക്കോ ബന്ധിപ്പിക്കുക. ബോട്ടിൽ ട്രാപ്പിന്റെ ഇൻലെറ്റിനെ ബേസിനിലേക്കും ബോട്ടിൽ ട്രാപ്പിന്റെ ഔട്ട്ലെറ്റിനെ ഡ്രെയിൻ ലൈനിലേക്കും ബന്ധിപ്പിക്കുക. അവസാനമായി വാഷ് ബേസിൻ ഭിത്തിയിൽ ശരിയായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതിന്റെ പ്രവർത്തനം പരിശോധിക്കുകയും ചോർച്ചയോ ബ്ലോക്കുകളോ പരിശോധിക്കുകയും ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്: വാട്ടർ മീറ്റർ സ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതിക ആവശ്യകതകൾ മനസ്സിലാക്കുക, ഗാർഹിക ജലവിതരണത്തിൽ ഒരു വാട്ടർ മീറ്റർ സ്ഥാപിക്കുക, ഒരു വാഷ് ബേസിൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ സെഷനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ടായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.